ഹായ് എവ്രി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. ഞങ്ങളിപ്പോഴുള്ളത് ലണ്ടനിലാണ്. ഞങ്ങൾ VFSൻ്റെ കൗൺസിലർ സർവീസസ് വരെ വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഞങ്ങൾ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. ലണ്ടൻ വളരെ ബിസിയാണ്, എല്ലായിടത്തും ട്രാഫിക്കാണ്. ആളുകളെല്ലാം ബിസി ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു പോണത് കാണാം. അപ്പോൾ ഒരു വ്ളോഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി ആ കാഴ്ചകളൊക്കെ കാണാമല്ലോ. ഇത് ഗോസ്വെൽ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് സയൻസ് മ്യൂസിയത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ബസ്സിനാണ് പോകേണ്ടത്. ബസ്സിന് പോവാനായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. 2 ബസ് മാറി കയറി പോകണം. ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ബസ് കിട്ടിയായിരുന്നു. ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബസ്സിൽ നമ്മൾ ടാപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിലൊരു കാർഡ് എന്തായാലും ഉണ്ടാകണം. നമ്മുടെ കയ്യിൽ കാർഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിസ്റ്റർ കാർഡ് എടുക്കാം. 1.75 പൗണ്ട്സാണ് നമ്മൾ ഓരോ പ്രാവശ്യവും ടാപ്പ് ചെയ്യുമ്പോൾ സ്പെൻഡ് ആവുന്നത്. ഇന്ത്യ ഹൗസാണ് ഈ കാണുന്നത്. ഞങ്ങൾ സയൻസ് മ്യൂസിയത്തിൻ്റെ അവിടെ ബസ് ഇറങ്ങി. 2 ബസ് കയറാനുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നടന്ന് കുറച്ച് പോകാനുണ്ട്. ഒരു 6-7 മിനിറ്റ് നടക്കാനുണ്ട്. ഈ റോഡ് കണ്ടില്ലേ? ഇത് റോഡാണ്, ടൈലാണ് ഫുള്ള് ഇട്ടിരിക്കുന്നത്. നമുക്ക് റോഡ് ഏതാ, നടക്കാനുള്ള ഇതേതാ, വഴി ഏതാന്ന് മനസ്സിലാവില്ല. അതുപോലെയാണ് ഇവിടെ. ശ്രദ്ധിച്ച് നടന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റൂട്ടിലേക്ക് ഇറങ്ങി ചെല്ലും. ഇവിടുന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് നടക്കണം. അവിടെയാണ് സയൻസ് മ്യൂസിയം, റൈറ്റ് സൈഡിലാണ്. ഇതൊരു വെറൈറ്റി ബസ്സാണ് കേട്ടോ. ഡബിൾ ഡെക്കർ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഷേപ്പിൽ കുറച്ച് വ്യത്യാസമുണ്ട്. സയൻസ് മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മളുള്ളത്. റോഡ് ക്രോസ് ചെയ്യണം. നേരെ കാണുന്ന ബിൽഡിംഗ് ആണ് സയൻസ് മ്യൂസിയം. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം, പക്ഷേ ടിക്കറ്റ് ഫ്രീ ആണ്. ഞങ്ങളിതിൻ്റെ അകത്ത് കയറുമ്പോൾ നമ്മളുടെ അടുത്ത് ഒരാൾ പറയാനായിട്ട് വരും, നിങ്ങളിങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഓൺലൈനിൽ എടുക്കാം, അല്ലെങ്കിൽ അവിടെ സർവീസിന് ആൾക്കാരുണ്ട്, നമുക്ക് അവരെ കൊണ്ട് എടുപ്പിക്കാം. എന്നിട്ട് നമ്മൾ ആ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് വേണം അകത്തോട്ട് കയറാൻ. ഇതാണ് എൻട്രൻസ് വരുന്നത്. കുറേ ഏരിയ ഉണ്ട് ഇതിനകത്ത് കാണാനായിട്ട്. കയറി ചെല്ലുന്നിടത്ത് തന്നെ കൂടുതൽ ടോയ്സ്, അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. പക്ഷെ കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് കമ്പാരിറ്റീവ്ലി. ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ നീങ്ങി.
ഇവിടെ ടീ, കോഫി, സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കാം. പക്ഷെ ഞങ്ങൾ സ്റ്റെപ്പ് കയറി മുകളിലോട്ടാണ് ആദ്യം പോയത്. ഞങ്ങൾ മുകളിൽ അധികം അങ്ങനെ മുന്നിൽ വന്നപ്പോൾ കണ്ടിട്ടില്ല. ഇവിടെ കുറേ മെഷീൻസ് കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു റോബോട്ടിനെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടെ ഒരു ചെറിയ ഗെയിം പോലെ നമ്മൾക്ക് കളിക്കാൻ പറ്റും. പ്രോഗ്രാം ദ റീസൈക്ലിംഗ് റോബോട്ട്. നമ്മളതിനകത്ത് ചെറുതായിട്ട് നമ്മൾ ഈ റോബോട്ടിനെ കൊണ്ട് റീസൈക്കിൾ ചെയ്യിപ്പിക്കുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു ഗെയിം പോലെ. ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നു. നമ്മളതിനകത്ത് അത് ഫോളോ ചെയ്യുക. നമ്മൾക്കിത് ആദ്യമൊന്നും മനസ്സിലാവൊന്നുമില്ല, എന്നാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. ഇത് വേറൊരു സ്ക്രീനാണ്. ഇത് അവിടെ നിന്ന് ഞങ്ങൾ നീങ്ങി. മോനിത് ഭയങ്കര ഇഷ്ടമായി. ഇത് വെൽഡ് ചെയ്യുന്ന പോലെയുള്ള ഒരു എഫക്റ്റാണ്. ഒരു ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണത്. പിന്നെ ഇവിടെയും കുറേ ഗെയിംസ് ഉണ്ട്. നമ്മൾക്ക് അതിനകത്ത് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാനൊക്കെ പറ്റും. കുട്ടികൾക്കൊക്കെ ഇത് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. ഇവിടെ വന്ന് ഇങ്ങനെ യൂസ് ചെയ്യണതൊക്കെ എല്ലാം ഫ്രീ ആണല്ലോ. നമ്മൾ ഈ യെല്ലോ ഈ സംഭവം മൂവ് ചെയ്യുമ്പോൾ അവിടെ സ്ക്രീനിൽ ചേഞ്ചസ് വരുന്നുണ്ടായിരുന്നു. നമ്മളതെല്ലാം ചുമ്മാ ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. ഇതെല്ലാം എൻജിനീയേഴ്സ് വർക്ക്സ് എന്നുള്ളതിനകത്താണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ കുറേ പേരുടെ പിക്ചേഴ്സും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഏത് ഫീൽഡിലാണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡീറ്റെയിൽസ് ആണത്. ഇവിടെ ഇന്ത്യൻസിൻ്റെ ഫോട്ടോസ് ഞാൻ കണ്ടായിരുന്നു. ഇതെല്ലാം കുറേ മെഷീൻസും കാര്യങ്ങളൊക്കെയാണ്. റോബോട്ട്സിൻ്റെ ഒരു വേരിയേഷൻ പോലെയാണ് എല്ലാം കാണിച്ചിരുന്നത്. ഇതിൻ്റെ എല്ലാം അടുത്ത് തന്നെ എന്താണ് ഇത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തിരുന്നത്, ഇത് മുൻപ് യൂസ് ചെയ്തിരുന്നതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ അതിനകത്ത് വായിക്കാൻ പറ്റും. ഇത് വേറൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ നീങ്ങി. ഇത് ക്ലോക്ക് മേക്കേഴ്സ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. ഇത് മുകളിൽ നിന്നുള്ള വ്യൂ ആണ്.
പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന ക്ലോക്കുകൾ, അതുണ്ടാക്കിയ ആളുകളുടെ പേര്, ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വാസ്റ്റ് വെറൈറ്റി ഓഫ് ക്ലോക്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ അടുത്ത് തന്നെ അത് ഉണ്ടാക്കിയ ആളുകളുടെ പിക്ചേഴ്സ്, അവരെ പറ്റിയുള്ള കുറച്ച് ഡിസ്ക്രിപ്ഷൻ, ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ക്ലോക്കിൻ്റെ ആ ഉള്ളിലുള്ള മെഷീനറീസും കാര്യങ്ങളും ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇത് ഈ ഒരു ആളുടെ പേഴ്സണലി യൂസ് ചെയ്തിരുന്ന കുറച്ച് ഐറ്റംസുകൾ, പുള്ളി യൂസ് ചെയ്തിരിക്കുന്ന ഒരു കോട്ട് പോലെയുള്ള ഒരു മെറ്റീരിയൽ, അതും എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടാലും തീരില്ല, അത്ര അധികം ക്ലോക്സ് ഉണ്ടായിരുന്നു അവിടെ. ചെറിയ ടൈപ്പ് മുതൽ ഭയങ്കര വലിയ ക്ലോക്ക് വരെ, അതിൻ്റെ മെഷീനറി ഉൾപ്പെടെ എന്തെല്ലാം ക്ലോക്സുകളാണ്, എന്തെല്ലാം വെറൈറ്റി ക്ലോക്സുകളാണ് അവിടെ കണ്ടേ. ഈ ചെറിയ ഇത് കാണിക്കണത് എല്ലാം ക്ലോക്കാണ്. ഇതെല്ലാം ഇവർ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഇവിടെ മ്യൂസിയത്തിൽ. ഇവിടെ ഈ ഒരു ക്ലോക്കിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ വായിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഞങ്ങൾ അവിടെ നിന്ന് നീങ്ങി കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങിയപ്പോൾ ഇവിടെ 2 ഗ്ലോബ്, എർത്ത് ആൻഡ് ഹെവൻ എന്നുള്ള ഒരു ഇതിനകത്ത് കാണിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾ മാത്തമാറ്റിക്സ് ഗ്യാലറിയിലേക്ക് പോവാണ്. ഇവിടെ ഒരു പിങ്ക് കളറിൽ കണ്ടില്ലേ, ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ആ ഒരു ലൈറ്റിങ്ങും വൈറ്റ് ഒരു ഡിസൈനിലാണ് അത് കൊടുത്തിരുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. ഇവിടെ മെയിനായിട്ട് കാണാൻ പോകുന്നത് നെറ്റ്വർക്ക്സിനെ പറ്റിയാണ്. 6 നെറ്റ്വർക്ക്സ് ആണ് വേൾഡിനെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തതെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് കേബിള്,
ബ്രോഡ്കാസ്റ്റ്, വെബ്, ടെലഫോൺ, സെൽ ഫോൺസ്, അങ്ങനെ ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് സെൽ ഫോൺസുകളാണ്. ഇവിടെ കമ്പ്യൂട്ടേഴ്സ്, പണ്ടത്തെ ഫസ്റ്റത്തെ കമ്പ്യൂട്ടർ തുടങ്ങി ഉള്ള എല്ലാ വെറൈറ്റീസും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതൊരു മൗസാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ട്രയൽ ചെയ്ത് നോക്കാനായിട്ടുള്ള ഒരു കീബോർഡ് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം നമ്മളത് ടച്ച് ചെയ്ത് ചുമ്മാ നോക്കിയായിരുന്നു. പിന്നെ അവിടെ റേഡിയോ സ്റ്റേഷൻ ട്യൂൺ ചെയ്തെടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് കാണുന്നത് ടെലഫോൺസിൻ്റെ ഒരു ഏരിയ ആണ്. ഒരു വെബ്സൈറ്റിനെ പറ്റിയാണ് ഇവിടെ സ്ക്രീനിൽ അങ്ങനെ പറയണത്. നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കിയപ്പോൾ അവിടെ കോഡ് ഉണ്ടായിരുന്നു ആ വെബ്സൈറ്റിൻ്റെ. അത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് കോഡാണല്ലോ. ഇവിടെ നിന്ന് താഴോട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. ലിഫ്റ്റിലാണ് പോകുന്നത്. ഞങ്ങൾ പുറത്തോട്ട് കാണാൻ പറ്റും എന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തിരിച്ചെത്തി. ഇവിടെ കുറേ കാണാൻ പറ്റുന്നത് മെയിനായിട്ട് വണ്ടികളാണ്. പണ്ട് കാലത്ത് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം തുടങ്ങിയിട്ടുള്ളത് എല്ലാം ഉണ്ടായിരുന്നു. കാറൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്, കണ്ടോ?
കുറേയൊക്കെ നമുക്ക് എന്താണെന്നും കൂടി അറിയാൻ പാടില്ല കേട്ടോ. പക്ഷെ നമ്മളതൊക്കെ കണ്ട് ഇങ്ങനെ പോവാണ്. അവിടെ എഴുതി വെച്ചിരിക്കുന്ന വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഇതൊരു മെഷീനറിയാണ്. വണ്ടികളായതുകൊണ്ട് ചിലപ്പോൾ വണ്ടികളുടെ അകത്ത് യൂസ് ചെയ്യുന്നതാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ളൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്കുള്ളൊരു എൻട്രൻസ് ആണ് കേട്ടോ അത്. ഇവിടെ കണ്ടില്ലേ പാത്സ് വെച്ചിരിക്കുന്നത്. ഈ പാത്തിലൂടെ പിള്ളേരുകൾക്ക് ഇങ്ങനെ നീങ്ങി അതൊക്കെ ഒരു കളിക്കാനുള്ള ഒരു സെറ്റപ്പാണ്. ഇതൊരു ഡ്രോയിങ് സ്ക്രീനായിരുന്നു. ഇവിടെ നമ്മൾ കളർ ടച്ച് ചെയ്ത് ഇവിടെ നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഡ്രോയിങ് ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കളർ അവിടെ വന്ന് നല്ലൊരു ഗെയിമായിരുന്നു കേട്ടോ. അതുപോലെ ഇവിടെ പാറ്റേൺസ് ഉണ്ടായിരുന്നു. ആ പാറ്റേൺസ് നമ്മൾ അവിടെ നിന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈയുടെ ആണെന്നുണ്ടെങ്കിൽ ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ അവിടെ വരും. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നു. അത് കാരണം ടൈം അധികം ഉണ്ടായിരുന്നില്ല അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട്. ഞങ്ങളിപ്പോൾ ഒരുവിധം എല്ലായിടത്തും കറങ്ങി ഇതിൻ്റെ അകത്ത് തന്നെ. ലാസ്റ്റാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയയിലേക്ക് വന്നത്. പക്ഷെ അവിടെ ടൈം കഴിഞ്ഞു, മ്യൂസിയം ക്ലോസ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പതുക്കെ നീങ്ങി. ഇവിടെ കുറേ നമ്മൾക്ക് സ്പേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാം. റോക്കറ്റ്സ്, അതുപോലെ സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു മോഡൽ പോലെയൊക്കെ. ഇവിടെ ഒരു വലിയൊരു ബോൾ വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ഓരോ പ്ലാനറ്റിനെ പറ്റി കാണിക്കണതാണിത്. ഇത് എർത്തിനെ പറ്റി പറയാണ്. നമ്മൾ ഓരോ പ്ലാനറ്റിനെ പറ്റി പറയുമ്പോൾ ആ പ്ലാനറ്റിൻ്റെ ആ ഒരു മോഡലിലേക്ക് അത് വരും. ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന പുറത്തോട്ടുള്ള വഴിയാണിത്. മോന് ഇവിടെ വന്നിട്ട് മെയിനായിട്ട് എയറോപ്ലെയിൻ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ മോന് ഒരു എയറോപ്ലെയിൻ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. അപ്പം അതിൻ്റെ സന്തോഷമാണത്. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങാണ്. ഞങ്ങൾ അകത്ത് കയറുമ്പോൾ ക്ലൗഡി ആയിരുന്നു. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ വെയിലൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കത് കണ്ടപ്പോൾ ഒരു സന്തോഷമായി. കാരണം നല്ല തണുത്തൊരു അന്തരീക്ഷമായിരുന്നു. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി നടക്കുന്ന വഴിയിൽ ഒരു കേക്ക് ഷോപ്പ് കണ്ടതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതെല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ പോയത് ചൈന ടൗണിലേക്കാണ്. ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി. 2 ബസ് കയറിയായിരുന്നു അവിടെ നിന്ന് വീണ്ടും. നല്ല ട്രാഫിക്കായിരുന്നു. നല്ല ടൈം എടുത്തു അടുത്ത സ്ഥലത്തേക്ക് എത്താനായിട്ട്. ഇത് ചൈന ടൗണാണ്. ഇവിടെ ഞങ്ങളൊന്ന് കറങ്ങി പോവാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 7 മണി 6:30-7 മണി നേരം ആയിട്ടുണ്ട്. പക്ഷെ നല്ല വെട്ടമുണ്ട്. കാരണം ഇപ്പം സമ്മറായ കാരണം 10 മണിയൊക്കെ ആവും സൺസെറ്റ്. ചൈനീസ് മാർക്കറ്റാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയണത്. 2 സൈഡിലുമായിട്ടും ചൈനീസ് ഷോപ്സ് ആയിരിക്കും. അതുപോലെ ഫുഡ് കഴിക്കാനായിട്ടുള്ള കുറേ ഷോപ്സുകൾ ഉണ്ടായിരുന്നു ഇതിനകത്ത്.
ചൈനീസ് ഫുഡാണ് എല്ലാം. പിന്നെ നമ്മൾക്ക് ഇതിനകത്ത് ഇങ്ങനെ റിക്ഷാവാല പോലെ ഒരു ചെറിയ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു, അതിനകത്ത് നമ്മൾക്ക് ട്രാവൽ ചെയ്യാം. ചൈന ടൗൺ എന്ന് പറയുന്നത് ഒരു വാക്കിംഗ് സ്ട്രീറ്റ് പോലെയാണ്. നമ്മൾക്കിങ്ങനെ നടന്ന് 2 സൈഡുള്ള ഷോപ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം. പിന്നെ നല്ല തിരക്കായിരുന്നു നടക്കുന്ന വഴിയിലൊക്കെയും. നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ നോക്കിയപ്പോഴായാലും നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ മുകളിൽ കെട്ടിയിരിക്കുന്ന തോരണം പോലെ കെട്ടിയിരിക്കുന്നതാണ്. നമുക്കിവിടെ കുറേ ചൈനക്കാരെ കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ചിക്കൻ ഗ്രില്ല് ചെയ്ത് തൂക്കിയിട്ടിരിക്കണതാണ്. എല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ തന്നെ ഐറ്റംസ് ആണ്, പക്ഷെ ചൈനീസ് ഫുഡാണല്ലോ, അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും എന്തായാലും. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഇത് വിക്ടോറിയ കോച്ച് സ്റ്റേഷനിൽ ഞങ്ങൾ തിരിച്ചെത്തി. ഞങ്ങൾ നാഷണൽ എക്സ്പ്രസ്സിലാണ് വന്നത്. തിരിച്ച് 9 മണിയുടെ ബസ്സിന് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു റിട്ടേൺ. ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാണ്. ഇത് വിക്ടോറിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇതിൻ്റെ അകത്ത് കയറിയാൽ തന്നെ നമുക്ക് കുറേ കാണാം കേട്ടോ. ശരിക്കും ഞങ്ങൾക്ക് ബസ് സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. ഞങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ബസ് സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്ന് പോവാനുണ്ട് ബസ് സ്റ്റേഷനിലേക്ക്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.